ചരിത്രത്തെ AD-BC എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചത് ക്രിസ്തുവിന്റെ ജനനം മൂലമാണെന്ന് പലരും പറയാറുണ്ട്. എങ്കിലും ഇതിനെ പിന്താങ്ങുന്ന തെളിവുകൾ പൂജ്യമാണ്. AD-BC എന്ന കാലഗണനയ്ക്കായി ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. 1582 പോപ്പ് ഗ്രിഗറി 13 അവതരിപ്പിച്ചത് ഇത്. അതിനു മുൻപ് നിലനിന്നിരുന്ന ജൂലിയൻ കലണ്ടർ പരിഷ്കരിച്ചാണ് ഗ്രിഗോറിയൻ കലണ്ടർ രൂപപ്പെട്ടത്. ജൂലിയൻ കലണ്ടറുമായി ഇതിന് 10 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഡിസംബർ 25 പുരാതന ഗ്രീക്ക് റോമൻ ആഘോഷ ദിവസമായിരുന്നു. സൂര്യദേവനായ സോൾ ഇൻവിക്ടിയസിന്റെ ജന്മദിനമായിരുന്നു ഡിസംബർ 25. ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ വലിപ്പം, അതായത് പകൽ ഏറ്റവും ചെറുതായി അനുഭവപ്പെടുന്ന ദിവസം ഇപ്പോൾ അത് ഡിസംബർ 22. ഭൂമിയുടെ പ്രിസഷൻ മൂലം ദിവസങ്ങളിൽ മാറ്റം ഉണ്ടായതാണ് ഇതിന് കാരണം. സൂര്യദേവന്റെ ജന്മദിനമായി സങ്കല്പിച്ചാണ് അവർ ആഘോഷം നടത്തിയിരുന്നത്. ഈജിപ്തിൽ ഇത് പീച്ചോൻ എന്ന സൂര്യദേവന്റെ ജന്മദിനമായിരുന്നു. കൂടാതെ ഒസീരിസ്, മിത്ര എന്നീ ദേവന്മാരുടെ ജന്മദിനവും ശൈത്യകാല സോൾസ്റ്റസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ തന്നെ ഒസീരിസ് ദേവൻ ജനിച്ചപ്പോൾ കിഴക്കൊരു നക്ഷത്രം ഉദിച്ചിരുന്നുവെന്നും ആ നക്ഷത്രമാണ് സിറിയസ് എന്ന് പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചു പോന്നിരുന്നു. പുരാതന ഇറാനിയൻ മതമായിരുന്ന സൗരാഷ്ട്ര മതത്തിലെ ദേവനായിരുന്നു മിത്ര. എങ്കിലും റോം, ഗ്രീക്ക് എന്നിവിടങ്ങളിലായിരുന്നു ഈ മതം കൂടുതൽ പ്രചാരത്തിലായത്. മിത്രയുടെ ജന്മദിനവും ശൈത്യകാല പാരമ്യതയുടെ ദിവസം തന്നെയായിരുന്നു. അജയ്യനായ സൂര്യൻ എന്നറിയപ്പെടുന്ന മിത്രാസുമായി ക്രിസ്തുവിന് വലിയ സാമ്യമുണ്ട്. ക്രിസ്തുവുമായി സാമ്യമുള്ള മറ്റൊരു ഉത്സവമാണ് ഷാബി എല്ല. ഏറ്റവും നീളം കുറഞ്ഞ പകലുകളുള്ള ദിവസമാണ് ഷാബി എല്ല. ഇറാൻ, അസർബൈജാൻ, അഫ്ഗാനിസ്ഥാൻ, കുർദിസ്ഥാൻ, താജിക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഈ ഉത്സവം ഇപ്പോഴും നിലനിൽക്കുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ദുഷ്ടശക്തികൾ ഇതിന്റെ ഉന്നതിയിലായിരിക്കുമെന്നായിരുന്നു വിശ്വാസം. ആ ദിവസം ഉണ്ടാകാനിടയുള്ള അനിഷ്ടങ്ങൾ ഒഴിവാക്കാൻ വീടുകളിൽ നിറയെ വിളക്കുകൾ തെളിയിക്കാനും രാത്രി ഉണർന്നിരുന്ന് പാട്ടുകൾ പാടാനും അവർ ശ്രദ്ധിച്ചു പോന്നു. ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് ഉത്സവത്തിന്റെ പ്രത്യേകതയായിരുന്നു. പോർഷ്യയിൽ ഇസ്ലാം പ്രധാന മതമായി വരുന്നതുവരെ മദ്യവും ഈ ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. പുരാതന സംസ്കാരങ്ങൾ പലതും ശൈത്യകാല ഉന്നതിയുടെ ദിവസം പ്രത്യേക ദിവസമായി പരിഗണിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. വടക്കൻ യൂറോപ്പിലെ ജനങ്ങളുടെ ഉത്സവമായിരുന്നു യൂലെ. ഇതും ക്രിസ്മസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്മസ് മാത്രമല്ല, ഈസ്റ്ററിന് പിന്നിലും ഇത്തരം പുരാതന ചരിത്രമുണ്ട്. മെസപ്പൊട്ടോമിയൻ ദേവതയായിരുന്ന ഇഷ്താറിന്റെ, അതായത് ഇനാന എന്നറിയപ്പെടുന്ന മരണ ദിവസമാണ് പിൽക്കാലത്ത് ഈസ്റ്ററായി പരിണമിച്ചത്. ഇഷ്താർ ദേവതയെ വസ്ത്രങ്ങൾ ഊരി മാറ്റി ഒരു കൊളുത്തിൽ തൂക്കിക്കൊല്ലുകയായിരുന്നു. ഇത്തരത്തിൽ പഴയകാല ദൈവസങ്കല്പങ്ങൾക്ക് പലതും സൂര്യനുമായോ മറ്റു ഗ്രഹങ്ങളുമായോ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.